അത്യാവശ്യം എല്ലാ ഫീൽഡിലും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് നല്ല പരിചയമുണ്ട്. സൈബർ സെല്ലായാലും പോലീസ് വകുപ്പിലായാലും എല്ലാം ഹൈ ലെവലിലുള്ള ആൾ. അപ്പോൾ ഈ റാണി പി സദാശിവനെ പറ്റി നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് വരെ റാണി പി സദാശിവൻ 7445 കേട്ടോ. അപ്പം ആ പുള്ളിക്കാരി ഒരു കമന്റ് ഇട്ടു. അത് ഞാൻ കംപ്ലീറ്റ് വായിക്കാം. ദീപ്തി സീതത്തോട് അതേപോലെ തന്നെ ഡാനിഷ് ഡേയ്സ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് വന്നിട്ടുള്ള ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള കമന്റ് ആണ് ഇപ്പോഴത്തെ നമ്മുടെ വിഷയം. അപ്പൊ ഞാൻ ഈ രണ്ട് ചാനലുകൾ എടുക്കാനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനലുകളാണ് ഈ ഒരു വ്യക്തിക്കെതിരെ റിയാക്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവരുടെ ഒരു പർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഇവരുടെ അടിയിൽ വന്നിട്ടുള്ള ഈ കമന്റുകളെ പറ്റിയിട്ട് ഞാനൊന്ന് ആദ്യം പറയാട്ടോ. അപ്പൊ ഈ കമന്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മളൊരു സാധനം പബ്ലിക്കിനകത്ത് ഇടുമ്പോഴത്തേക്കും പല രീതിക്കുള്ള ആൾക്കാരായിരിക്കും ആ ഒരു സംഭവം കാണുന്നത്. അപ്പൊ കാണുന്നവർ അവർക്ക് ഇഷ്ടമുള്ളത് പറയും അതിനിടയിൽ. അപ്പൊ എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്ത് കണ്ടാലും ഇപ്പൊ എന്റെ ഈ ഒരു വീഡിയോന്റെ അടിയിൽ തന്നെ എന്ത് തരത്തിലുള്ള കമന്റ് വന്നാലും എനിക്ക് വിഷയമില്ല എന്നുള്ള രീതിക്കുള്ള കാര്യം. എന്ത് തരത്തിലുള്ളതെന്ന് പറയുമ്പോഴും ഒരു പരിധി ഉണ്ട്. അതായത് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആരായാലും റിയാക്ട് ചെയ്യും ആ ഒരു സംഭവത്തിനകത്ത്. അതിപ്പോ പല രീതിക്കായിരിക്കും റിയാക്ട് ചെയ്യണം. ചിലപ്പോൾ ചിലർ വീഡിയോ ഇട്ട് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ ചിലർ ലീഗലായിട്ട് പോകും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ അഭിപ്രായം പറയാനായിട്ടുള്ള എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അതായത് തെറി വിളിക്കുക, അതേപോലെ തന്നെ ഇപ്പൊ മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിക്കുക, നമ്മുടെ കമന്റ് ബോക്സിനകത്ത് വന്നിട്ട് പ്രചരിക്കുക, അങ്ങനത്തെ പല രീതിക്കുള്ള ഫേക്ക് കമന്റുകളും വരും. അവരെ ഒന്നും ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതൊക്കെ അതിന്റെ നിയമ നടപടികൾ എടുക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ ഈ മിസ്ലീഡിങ് ആയിട്ടുള്ള കമന്റുകൾ ഇടാന്ന് ഞാൻ പറഞ്ഞില്ല, അതേപോലത്തെ ഒരു കമന്റ് ആണ് ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇവരുടെ അടിയിലേക്ക് വന്നത്. അപ്പൊ ഈ ഒരാളെ മാത്രം പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കമന്റാണ് ഇവർ എടുത്ത് പറഞ്ഞേക്കുന്നത്. ഇതേപോലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. നമുക്കിപ്പോ ചില കമന്റ് ബോക്സിനകത്തൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവർ എന്റെ കൂടെ പഠിച്ചതാണ്, ഇവൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കമന്റുകളും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതേപോലെ തന്നെ ഇവരെ ഒരു പരിചയം ഉണ്ടാവില്ല ഈ ആൾക്ക്. പക്ഷെ എന്നാലും ഇവരെ പരിചയം ഉണ്ടെന്നുള്ള രീതിക്ക് അങ്ങ് ചുമ്മാ കമന്റ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു കമന്റ് നമുക്ക് ആദ്യം തന്നെ ഈ ദീപ്തി സീതത്തോട് എന്ന് പറഞ്ഞ ചാനലിനകത്ത് അവര് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടോ. കാണിച്ചു കൊടുക്കുമല്ലോ. പേര് മേലെ വരും കേട്ടോ. എന്റെ പൊന്നു കുഞ്ഞ്, ആ പെണ്ണുമ്പിള്ളക്ക് മഹാ അഹങ്കാരമാണ്. സ്വന്തം ഭർത്താവിനെ അനുസരിക്കുകയോ അവന് വല്ലതും വെച്ചു കൊടുക്കുകയോ അവൻ വയ്യെങ്കിൽ നോക്കുകയോ ചെയ്യാത്ത അവനെ വേണ്ടെന്നും പറഞ്ഞ് സ്വന്തം വീട്ടിൽ വന്ന് നിന്ന് തന്തയും തള്ളയും കബളിപ്പിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരുത്തനെ പണിക്ക് കൊണ്ടുവന്നു. അവളുടെ കാമുകനെ രംഗത്തെത്തിച്ചു. പിന്നെ അവനുമായി ലോകം മൊത്തം അവര് ബീപ് ആ കുട്ടിട്ടൊരു പദം ലോകം മൊത്തം നടന്നു. അതിനിടയ്ക്കാണ് അവൾ യൂട്യൂബ് നന്നായി റീച്ച് ആകാൻ വേണ്ടി കുറച്ച് ആദിവാസികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത് അത് നല്ലതാണെന്ന് പറഞ്ഞ് ലോകം മൊത്തമുള്ള ആളുകളുടെ പൈസ അയച്ചു കൊടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുത്തു. എന്നിട്ട് അത് നല്ലതാണെന്ന് പറഞ്ഞു ലോകം മൊത്തമുള്ള ആളുകൾ പൈസ അയച്ചു കൊടുത്തു. അപ്പോഴാണ് അവൾക്ക് അയച്ചു കൊടുത്തു. അപ്പോഴാണ് അവൾക്ക് തോന്നിയത് അടുത്ത പണി എന്താണ്, ഭർത്താവ് എന്ന് പറയുന്നവരെ വേണ്ടെന്ന് വെക്കുക. അവൻ വലിയ ശല്യമാണെന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കുക. എന്നിട്ട് കാമുകനുമായി വ്യഭിചരിച്ച് നടക്കുക. കുട്ടികൾ കാണരുത്. അവസാനം കാമുകന് വേണ്ട വേറെ കല്യാണം കഴിക്കാൻ പോവുക എന്ന് പറഞ്ഞ് സ്റ്റാൻഡ് ഇറക്കി. ഇതിനൊക്കെ ശേഷം അവൾക്ക് പ്രസക്തി കിട്ടുവാൻ വേണ്ടി എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് തിരക്ക് മര്യാദക്കൊക്കെ ടൈപ്പ് ചെയ്തിട്ട് പെണ്ണുമ്പിളെ തിരക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഏതൊക്കെയോ പെൺകുട്ടികൾ കാട്ടിൽ അവിഹിതമായി ഗർഭമുണ്ടാക്കി എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കാമുകനുമായുള്ള വ്യഭിചാര കഥകൾ പുറത്തായപ്പോൾ കമന്റുകളിലൂടെ നാട്ടുകാർ അയച്ച് ചോദിച്ചപ്പോൾ തുടങ്ങി ഇവൾ ഗർഭിണിയാണോ. അവസാനം കേട്ടല്ല. അപ്പൊ ഇതേപോലുള്ള കമന്റുകൾ ചുമ്മാ അങ്ങോട്ട് എഴുതി അങ്ങോട്ട് വിടണേണ്. അതായത് ഇവരെ പറ്റിയിട്ട് യാതൊരു വിവരം ഇവർക്ക് ഉണ്ടാവില്ല. അതായത് ഇവരുടെ ചിലപ്പോൾ വീഡിയോ ഒക്കെ കാണുമായിരിക്കും. ആ ഒരു വീഡിയോനകത്ത് കാണുന്ന ആ ഒരു ഇത് വെച്ചിട്ട് ഇവരുടെ പേഴ്സണൽ ലൈഫിൽ ഇവരെന്താണെന്ന് ഇവരുടേതായിട്ടുള്ള, അതായത് കമന്റ് എഴുതുന്ന അവരുടേതായിട്ടുള്ള ഭാവനയൊക്കെ വെച്ചിട്ട് അവരങ്ങ് തട്ടിക്കൂട്ടും. അതായത് അങ്ങോട്ട് ചുമ്മാ അങ്ങോട്ട് അങ്ങ് എഴുതി അങ്ങോട്ട് തള്ളി അങ്ങ് വെക്കും. അപ്പൊ ഇത് തള്ളി വെക്കുമ്പോഴത്തേക്ക് ഇത് കാണുന്നവർ എന്ത് വിചാരിക്കും? കാണുന്നവർ വിചാരിക്കും ചിലപ്പോൾ ഒരു പറയുന്നത് ശരിയായിരിക്കാം എന്ന് കാണുന്നവർ വിചാരിക്കും. അല്ലെങ്കിൽ ഒരാൾക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഇത് ഒരു പ്രത്യേകതരം ഒരു സൈക്കോ മൈൻഡാണ് ഇവർക്ക്. അതിലൂടെ ഇവർക്ക് എന്തോ ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. അതൊരു സാഡിസ്റ്റിക് ആയിട്ടുള്ള മെന്റാലിറ്റി. മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് മറ്റൊരാൾ ഇങ്ങനെയാണെന്ന് ബാക്കിയുള്ളവരെ തോന്നിപ്പിച്ചിട്ട് അതുവഴി സന്തോഷം നേടുന്ന ഒരു പ്രത്യേകതരം ഒരു മെന്റാലിറ്റിയാണ് ഇവർക്കൊക്കെ ഉള്ളത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇവർ ഈ ഒരു കമന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവർ ഈ അടിയിൽ വന്ന ഒരു കമന്റ് ഉണ്ടല്ലോ, അപ്പൊ ഇതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു കമന്റ് ഡാനിഷ് ഡേയ്സ് എന്ന് പറഞ്ഞ ചാനലിന്റെ അവരുടെ അടിയിലും വന്നിട്ടുണ്ടായി. അപ്പൊ അവര് പറയുന്നത് കേട്ടു. റാണി പി സദാശിവൻ 7445 കേട്ടോ.
അപ്പം ആ പുള്ളിക്കാരി ഒരു കമന്റ് ഇട്ടു. അത് ഞാൻ കംപ്ലീറ്റ് വായിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ആളുകൾ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ കരുതിയാൽ 2 മാസമെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പെൺകുട്ടി പരിശുദ്ധി അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതിപ്പോഴത്തെ കുറച്ച് മാന്യതികളായ പെണ്ണുങ്ങളുണ്ട്. വിവാഹത്തിന് മുമ്പ് ഗർഭം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന ടീമുകൾ, വിവാഹം കഴിക്കാതെ തന്നെ ഗർഭം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന ടീമുകളുണ്ട്. പക്ഷെ അത് അവർക്കൊരു നാണക്കേടായിട്ടൊന്നും തോന്നത്തില്ല. കാരണം അന്തസ്സോ അഭിമാനമോ ഉള്ളവർക്കല്ലേ അതൊക്കെ ഉണ്ടാവൂ. പക്ഷെ അത്യാവശ്യം അന്തസ്സായി ജീവിക്കുന്നവർക്ക് അതൊരു മാനക്കേടായി തോന്നും. പിന്നെ ഭർത്താക്കന്മാരെ അടിമകളാക്കി നിർത്തിയിരിക്കുന്ന പെണ്ണുങ്ങളും വീട്ടിലൊന്നും ചെയ്യേണ്ട പെണ്ണുങ്ങൾക്കും ഇപ്പോൾ വേണമെങ്കിലും ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ അന്തസ്സായി ജോലിക്കും വേലയ്ക്കും ഒക്കെ പോയി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്ലാനിങ് വേണ്ടി വരുന്നു. അതാണ് അതിനകത്ത് വ്യത്യാസം. വീട്ടുകാർ ഉണ്ടാക്കി വെച്ച കാശുകൊണ്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക് പ്രശ്നമില്ല. എന്നാൽ സ്വന്തമായി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ഗർഭം ഉണ്ടാക്കുക മാത്രമല്ലല്ലോ ലോകത്തെ ഏറ്റവും വലിയ കാര്യം എന്ന കാര്യവും ഓർക്കുന്നത് നല്ലതാണ്. ഒരു കൊച്ചിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് വീട്ടിൽ കയറി ഇരിക്കുന്നതല്ല ജീവിതത്തിലെ എല്ലാ ലക്ഷ്യവും നേടിയെടുക്കേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. ചുമ്മാതെ വല്ലവരോടും ഇരുന്ന് കുഴിഞ്ഞ് ജീവിക്കുന്നവരെ ഒക്കെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് കരുതി അടുക്കും ചിട്ടയുമായി ജീവിക്കുന്നവർക്ക് അത് പറയാതിരിക്കുവാനും പറ്റില്ല. എന്ന് വെച്ചാൽ എന്താണ് ചേച്ചി ഉദ്ദേശിച്ചത്? ഇങ്ങനെ 1 മാസം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയാൽ അത് പാതിവൃത്യം അതല്ലേ? അതിന് പതിവ്രത അല്ല, അവള് വേറെ കൊച്ചിനെ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത് എന്നാണ് ചേച്ചി പറയുന്നത്. എല്ലാം വേണം, പക്ഷെ എല്ലാത്തിനും ഒരു പരിധി വെക്കണം. അതില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ആത്മഹത്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ കുറെ ചേച്ചി കുറെ പറഞ്ഞേക്കുന്നത്. നല്ല രീതിയിൽ ജീവിച്ച സ്ത്രീകളുണ്ട്. എന്നാൽ ഒരു കുട്ടി ആകുമ്പോഴേ അതിനെ താങ്ങി പിടിച്ചോണ്ട് ഭയങ്കര പറച്ചിലുകളാ. എന്തവാ 2 ഒലക്കയുടെ മൂട്. ചേച്ചി ഫുള്ള് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. മൂട് അറിയാവുന്നത് ജീവിതത്തെ പറ്റി യാതൊരു ധാരണയും ഇല്ലാത്തവർക്ക് ഇങ്ങനെ നുണയും കൊതിയും പറഞ്ഞിരിക്കാം. എൻ്റെ പൊന്നു ചേച്ചി, ഞാൻ B.Tech ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഞാൻ ജോലിക്ക് പോയി. ഇതൊക്കെ എനിക്ക് കേട്ടിട്ട് ഒരു സീരിയൽ എഫക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ വീട്ടിനകത്തിരുന്ന് ഒരു പണിയില്ലാണ്ട് വെറുതെ ഈ സീരിയലും കണ്ടിട്ട് ഇപ്പൊ കെട്ടിയോ കൊണ്ടുവന്നതും തിന്നിട്ട് വീട്ടിനകത്ത് വെറുതെ കുത്തിയിരിക്കുന്നതിന്റെ ഒരു കുഴപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വീട്ടിനകത്ത് ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കും കണ്ടവന്മാര് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും അവരോടൊക്കെ അസൂയൊക്കെ മൂത്തിട്ട് അങ്ങ് ചുമ്മാ നാലെന്തെങ്കിലുമൊക്കെ അങ്ങനെ എഴുതി പിടിപ്പിക്കുക. അപ്പൊ അത് കാണുമ്പോഴത്തേക്കും ഒരു മനസ്സുഖം. ആ ഒരു മെന്റാലിറ്റിയാണ് ഈ സീരിയലൊക്കെ കാണുന്നവരുടെ തലയിലാണ് ഇമാതിരി സാധനമൊക്കെ വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അതിനകത്താണ് നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കാണാറ്. ഞാൻ പറയുന്ന ഈ ഊള മെഗാ സീരിയലുകളെ പറ്റിയിട്ടാണ്, അല്ലാണ്ട് നല്ല നല്ല സംഭവങ്ങളെയൊന്നും പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. അപ്പൊ എന്തായാലും ഈ ചേച്ചി റാണി ചേച്ചിയാണ് അപ്പൊ ഇതൊക്കെ വന്നിട്ട് എഴുതുന്നത്. അപ്പൊ റാണി ചേച്ചീനെ നൈസായിട്ട് റാണി ചേച്ചിക്ക് ഒരു പണി കിട്ടി. കാര്യം നമ്മൾ ഈ റാണി ചേച്ചി ഇപ്പൊ ഇതൊക്കെ വന്ന് കമന്റ് ഇടുമ്പോഴത്തേക്കും ഫേക്ക് അക്കൗണ്ട് ആണെന്നുള്ള ധൈര്യത്തോടെയാണ് റാണി ചേച്ചി വന്നിട്ട് എല്ലാവരുടെ അടിയിൽ വന്ന് കമന്റ് ഇട്ടത്. പക്ഷെ ഈ കമന്റ് ഇട്ടപ്പോഴത്തേക്ക് ഇവർക്ക് പറ്റിയതെന്ന് പറഞ്ഞ് ഇവരുടെ ചാനലിനകത്ത് എടുത്തു നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ ഒരു വീഡിയോ, അപ്പൊ ആ ഒരു വീഡിയോനകത്ത് അറിയാണ്ട് ഇവരുടെ മുഖം ഒന്നും അങ്ങ് കണ്ടുപോയി. അപ്പൊ ഇവരുടെ മുഖം കണ്ടപ്പോ തന്നെ ഇവരുടെ ഈ മുഖത്തിനകത്ത് കണ്ട് ഈ ആള് തന്നെ വേറെ, അതായത് ഈ റാണി ചേച്ചി തന്നെ വേറെ പല വീഡിയോനകത്ത് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോനകത്തൊക്കെ പിന്നെ തല കാണിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നൈസായിട്ട് നമ്മുടെ ദീപ്തി സീതത്തോടെ എന്ത് ചെയ്ത് ഇതെടുത്തിട്ട് അങ്ങ് റിവീൽ ചെയ്ത്. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അപ്പൊ എത്രയും പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യട്ടെ. അക്കേന്റെ കുടിശ്ശിതങ്ങൾ അക്കനെ കാണണ്ടേ. ഹായ്, എൻ്റെ പേര് റാണി എന്നാണ്. ഞാൻ പുതിയതായിട്ടൊരു കുക്കിംഗ് വ്ളോഗ് തുടങ്ങിയിട്ടുണ്ട്. റാണീസ് വ്ളോഗ്സ് എന്നാണ് പേര്. ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ തക്കാളിക്കറി ഉണ്ടാക്കി നോക്കാം. ഹായ്, എല്ലാവർക്കും റാണീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പം നമുക്ക് പാചകം തുടങ്ങാം. റാണീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണക്കമത്തി ചമ്മന്തിയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റാണീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഓമയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഹായ്, റാണീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാഴക്കൂമ്പ് വൻപയർ തോരനാണ്. കേട്ടില്ലേ, ഞാനൊരു പുതിയ ചാനൽ, എന്തൊരു പഞ്ചപാവമാണ് എന്റെ അക്ക. ഈ പാവത്തിനെ പറ്റിയാണോ നമ്മൾ ഈ അപവാദമൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ് തെറ്റാൻ തോന്നുന്നില്ലേ? എന്റെ തങ്കക്കുടത്തിനെ പറ്റി ആരും അപവാദം
എല്ലാവർക്കും റാണീസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് എങ്ങനെ കണ്ടവന്റെ അടിയിൽ ചെന്ന് ഒരു ബന്ധമില്ലാത്ത കമന്റ് ഇടാം. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം റാണി ചേച്ചിയുടെ ചാനലിനകത്ത്. അപ്പൊ കണ്ടല്ലേ, ഇവർ ഇതാണ്, അതായത് ഇപ്പൊ അവരവരുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോയി അവർക്ക് നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ കുക്കിങ്ങോ എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് പോയാൽ പോരെ. എന്തിനാണ് നീ കണ്ടവന്റെ അടിയിൽ ചെന്നിട്ട് വായ തോന്നിയതൊക്കെ എഴുതിയിടുന്നത്. അതായത് ഇപ്പൊ ആ ഒരു വീഡിയോനകത്ത് ജെനുവിനായിട്ട് നമുക്ക് പറയാൻ തോന്നിയ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പറയാം. അതിപ്പോ പലർക്ക് പല ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ ഇരിക്കും, അത് പറയുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. പക്ഷെ ഇത് എന്തൊക്കെയാണ് നിങ്ങൾ എഴുതി പിടിപ്പിക്കണത്? അതായത് അവള് മറ്റോടത്ത് പോയി അവിഹിതം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നിങ്ങളുടെ സീരിയൽ കഥ അങ്ങോട്ട് തട്ടി അങ്ങോട്ട് വിടുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇപ്പൊ പെടുന്ന അവസ്ഥ വരെ നിങ്ങളുടെ ഫേസ് ഇപ്പൊ നാട്ടുകാർ മൊത്തം കണ്ട് ഇനി ചിലപ്പോൾ അവർ ലീഗലായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പറയാം. അപ്പൊ എന്താ വീട്ടിനകത്ത് പടങ്ങി ഒതുങ്ങി ഇരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോയാൽ പോരെ. ഇതിനാണ് ഈ നാട്ടുകാരുടെ കാര്യത്തിൽ ഇത്രയും ഇടപെട്ട് നാട്ടുകാരുടെ വീട്ടിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ നിങ്ങളെടുത്ത് ഈ പറയാൻ പോണത് എന്തിനാണ്? പിന്നെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ പിന്നെയും പറയും, ഇത് വെറുതെ വായ തോന്നി ഞങ്ങൾ വിളിച്ച് പറയാം. അപ്പൊ എനിക്ക് ഇത്രയാണ് ഇതിനെയൊക്കെ പറ്റി പറയാനുള്ളത്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ എത്ര പേര് റാണി ചേച്ചി ഫാൻസ് ആയി എല്ലാം വീഡിയോ ഇതായി ഒന്ന് കമന്റ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. പിള്ളേർക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.